അസ്സലാമു അലൈക്കും, വെൽക്കം ടു യമ്മി കിച്ചൻ. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങ തൈര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു കുക്കറിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറച്ച് മത്തങ്ങ, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഇതുപോലെ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചെറിയൊരു കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് വേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിലിടുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നന്നായി വെന്ത് ഉടഞ്ഞ് കിട്ടണം. വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിടുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല പാത്രത്തിലോ കലത്തിലോ ഒക്കെ ചെയ്താലും മതി. കുറച്ച് നന്നായി വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു 3-4 വിസിലടിച്ച് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. അതല്ല നമ്മൾ വേറെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്യുന്നത്. പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 അല്ലി ചുവന്നുള്ളി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് തേങ്ങയും കൂടിയും ചേർത്തിട്ട് ഒരു 1/4 കപ്പോളം തേങ്ങയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്, ഇതും കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണം. നമ്മളിപ്പോൾ മോരുകറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ ആദ്യം ഒന്ന് അരക്കുന്നതിന് മുന്നേറ്റൊന്ന് എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര്. അപ്പോൾ നമ്മൾ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ തൈര്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മോരുകറിക്കൊക്കെ ഉള്ള പുളി, ആ ഒരു തരത്തിലുള്ള പുളിരസമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ മത്തങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അത് മത്തങ്ങ ഒന്ന് ഉടച്ചെടുക്കണം. അത് ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇടാം, പക്ഷേ എനിക്കിത് ഉടച്ചൊന്ന് ചേർക്കുന്നതാണ് ഇഷ്ടം. വല്ലാണ്ട് ഉടഞ്ഞു പോകാണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന രീതിയിൽ ഇത് അരച്ചത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് തൈര് ഒഴിച്ച്, അപ്പോൾ പുളി കുറവായതുകൊണ്ട് കുറച്ചുകൂടി തൈര് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി മിക്സിയിൽ ഒഴിച്ചിട്ടൊന്ന് കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. വല്ലാണ്ട് തിളച്ച് പിരിഞ്ഞ പോലെ ആയി പോകണ്ട, നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ. ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടി 1 ടീസ്പൂൺ കടുക്, കുറച്ച് ഉലുവ, 2 ഉണക്കമുളക്, വേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്